ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മലയാളം അല്ലെ. നമ്മുടെ ബുക്കാണ് ഇത്, കണ്ടോ? നിങ്ങളെ പോലെ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ കാണാൻ? ടെക്സ്റ്റ് ബുക്ക് തന്നെ കാണാൻ നല്ല രസമില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ രസമുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അല്ലെ. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും നല്ല ക്യൂട്ടാണ്. ആ ഒരു ബോധം ഉണ്ടാവണം നമുക്കല്ലേ. അപ്പോ കാണാൻ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, കുറച്ചേ ഉള്ളൂ. അപ്പോ എന്താണ് അതിന്റെ പേര്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര്? നമുക്ക് എല്ലാവർക്കും പേരുണ്ട്. അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് മധുമൊഴി മലയാളം. എന്താണ്? മധുമൊഴി മലയാളം. മധുമൊഴി, തേൻ നുകരുന്നുണ്ടല്ലേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക്. മധു, തേനാണ് അല്ലെ. മധുമൊഴി മലയാളം. നല്ല സ്വീറ്റ് ആയിരിക്കും അല്ലേ പഠിക്കാനുള്ളത്? നല്ല മധുരം. എല്ലാവർക്കും ഇഷ്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം ഇഷ്ടല്ലേ? ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് തമ്പ് കാണിച്ച് ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ മധുരം. ഓക്കെ, അപ്പൊ നല്ല സ്വീറ്റ് ആയ സാധനമാണ് ഇത്. നല്ല മധുരമുള്ള, നല്ല തേൻ കഴിക്കും പോലെ, മുട്ടായി കഴിക്കും പോലെ നല്ല രുചിയുള്ളതാണ് നമുക്കിപ്പൊ കഴിക്കാനുള്ളത് അല്ലെ, ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ അതിന്റെ പേരാണ് മധുമൊഴി മലയാളം അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു ഫ്ലവറിലുണ്ട് അല്ലെ, നല്ല വൃത്തി ഫ്ലവറിൽ ഇവിടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒന്ന് ആ പേജിലേക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്താ ഉള്ളത് നോക്കണ്ടേ നമുക്ക് ഇതിന്റെ ഉള്ളില്? സ്വീറ്റ് ആണോ നോക്കണ്ടേ? അപ്പോ ആദ്യം എന്താണ് സ്വീറ്റ് തന്നെ അല്ലെ? പേജ് നമ്പർ 5. പേജ് നമ്പർ 5ല് ഒന്നാമത്തെ ലെസൺ ഉണ്ട്. മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് നമുക്ക് പഴയ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ പഠിച്ചതൊക്കെ നമുക്കൊന്ന് ഓർമ്മിക്കാനുണ്ട്, പഴയ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഓക്കെ മസ്ലോവ, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് ബുക്ക് വാങ്ങാം കേട്ടോ. ബുക്ക് വാങ്ങിയാ മതിയേ മസ്ലോവ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാ മതി, ബുക്കൊന്നും എടുക്കണമെന്നൊന്നുമില്ല ആരും. പേജ് നമ്പർ 5 മിസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതില് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ട് അല്ലെ. ഇപ്പൊ കാണുന്ന പിക്ചറിലുണ്ട് നല്ല ഭംഗിയുള്ള, കണ്ടോ? ഇതാ എന്തൊരു ഭംഗിയാ നോക്കിയേ. ഓ, അപ്പോ എന്താണത്? ആദ്യത്തെ പാഠം ഒന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ എല്ലാവർക്കും? നമ്മുടെ നാടിനെ പറ്റിയാണ്. എന്ത്? കേരളം അല്ലെ. ഒന്നാമത്തെ പാഠം ഏതാ? കേരളം അല്ലെ. നമ്മുടെ നാട് ഏതാണ്? നമ്മുടെ നാട് കേരളം ആണോ? എന്താണ് പറയുക? അപ്പൊ ആദ്യം നമ്മൾ ടെക്സ്റ്റിന്റെ പേര് പഠിച്ചു അല്ലേ. എന്താണ്? മധുമൊഴി മലയാളം. രണ്ടാമത് പാഠത്തിലേക്ക് വരുമ്പോ പാഠം 1 കേരളം അല്ലെ. കേരളം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബുക്കിന്റെ പേരെന്നാ? മലര് എന്നാണ് അല്ലെ. നല്ല പൂ വിരിഞ്ഞതുപോലെയുള്ളതാണ്. ഇതേതാ? കേരളം. ഇപ്പൊ പറയുന്നത് മധുമൊഴി മലയാളത്തില് കേരളം എന്നാണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്. അപ്പോ നല്ലൊരു പിക്ചർ അവിടെ കാണുന്നതാണ്. നല്ല ഇതാ ഉള്ളത് അല്ലെ, നല്ലൊരു സീനാ ഉള്ളത് ഇവിടെ. അപ്പൊ ആദ്യം പറയുന്നതിന് മുമ്പായി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടോ? പല കാര്യങ്ങളും ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മള് മലരില് ആദ്യം, അതായത് UKG ക്ലാസ്സില് നമ്മൾ ആദ്യം പഠിച്ച പാഠത്തിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഒക്കെ ഭവികക്ക് ഓർമ്മയുണ്ട്. ഭവിക, പ്ലീസ് അൺമ്യൂട്ട് ഭവിക. എന്റെ വിദ്യാലയം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മലരില് UKG ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ച പാഠം എന്താണെന്ന് അറിയോ? എന്റെ വിദ്യാലയം അല്ലെ. ഇപ്പൊ നമ്മൾ കേരളത്തിന്, അന്ന് നമ്മൾ എന്റെ വിദ്യാലയത്തിനെ കുറിച്ചാണ് പഠിച്ചത്. എന്റെ വിദ്യാലയം അതായത് ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ അല്ലെ. നമുക്ക് ഇപ്പൊ ഏതാ? നിങ്ങളുടെ സ്കൂൾ ഏതാ? ഓക്കെ, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളാണ് നമ്മുടെ സ്കൂൾ അല്ലേ. ഓക്കെ, അപ്പൊ എന്റെ വിദ്യാലയത്തിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെയായിരുന്നു നമ്മൾ അന്ന് പഠിച്ചത് അല്ലെ. അപ്പൊ ഇന്ന് കേരളത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അത് പറയുന്ന സമയത്ത് അതുപോലെ നമ്മള് ഈ പ്രാവശ്യം എന്ത്? സ്വരാക്ഷരങ്ങൾ നല്ല പോലെ അറിഞ്ഞിരിക്കണം, വ്യഞ്ജനാക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം,
ചില്ലക്ഷരങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്വരാക്ഷരങ്ങൾ, മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ എഴുതാനും ചില്ലക്ഷരങ്ങൾ എഴുതാനും വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനും ഒക്കെ ഓർമ്മയുണ്ടോ? അല്ല ഇനി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെച്ച് മറന്നോ? ഇല്ല അല്ലെ? എല്ലാരും കൈ കാണിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മളെ ഗാത്രിക്കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? മോള് സോറി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോള്. ഇല്ല അല്ലേ? സ്വരാക്ഷരങ്ങൾ അറിയോ ഇതൊക്കെയാണെന്ന്? ഇല്ല അല്ലേ? അപ്പൊ അക്ഷരങ്ങളിനെ പഠിക്കണം അല്ലേ മോക്ക്? ഓക്കെ, നമുക്കത് പഠിക്കാം അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ പഠിക്കാം. അതെ അല്ലേ? ഓക്കെ, പഠിക്കാം നമുക്കല്ലേ? അപ്പോ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളെ ഈ മക്കൾക്ക് അറിയാലോ. ആർക്കൊക്കെ അറിയാം സ്വരാക്ഷരങ്ങൾ? ദേവപ്രിയ കൈപൊക്കുന്നുണ്ട്. ദേവപ്രിയ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഗാത്രിക്ക് സ്വരാക്ഷരങ്ങള്. ദേവപ്രിയ പ്ലീസ് അൺമ്യൂട്ട്. ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ അറിയുന്നില്ലേ? ഞാൻ നെക്സ്റ്റ് വേറൊരാൾക്ക് അവസരം കൊടുക്കുവേ. ഇതാ ഇവിടെ പല ആളും കൈപൊക്കുന്നുണ്ട്. ചോദിച്ചേ സ്വരാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. സ്വരാക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞേ. ഓക്കെ. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ ഔ അം അം. ഇതാണ് സ്വരാക്ഷരങ്ങൾ കേട്ടോ രാത്രി. നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു പുതിയ നമ്മുടെ ഒരാളെയും കൂടെ കാണുന്നുണ്ടല്ലോ. ഈ ഗാലക്സിയിൽ കയറി ആരാ മോനെ? ഗാലക്സി ടാബ് S2 അതിൽ കയറി ആരാ? മിസ്സിന് ഇവിടെ അറ്റൻഡൻസ് എടുക്കാനാണ് കേട്ടോ. ഒന്ന് പേര് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മനസ്സിലായില്ലേ എനക്ക്? അൺമ്യൂട്ട് ചെയ്തു. മോന്റെ പേരെന്താ? അഡോൺ ജോസഫ്. അഡോൺ ജോസഫ്. ഓക്കെ ഇപ്പൊ മനസ്സിലായി കേട്ടോ. അപ്പൊ മോൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ സ്വരാക്ഷരങ്ങള്? ഉണ്ട് മോനെ? ഇല്ല അല്ലേ? നമുക്ക് പഠിക്കണം അല്ലേ? അപ്പോ അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മള് കേരളം എന്ന ഈ പാഠം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. നമുക്ക് അക്ഷരങ്ങളൊക്കെ പഠിക്കാം കേട്ടോ. പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ, അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നല്ലതുപോലെ അറിയണം. എന്നാലും നമുക്ക് അതുപോലെ ചിഹ്നങ്ങളും. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണേ. അപ്പൊ മക്കളെല്ലാം മറന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും പഠിക്കണത്. നെക്സ്റ്റ് ഇവിടെ ഒരു വിവോ കാണുന്നുണ്ടല്ലോ ഫോണില്. ഇതാരാ? മോളെ പേര് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. വാട്ട്സ് യുവർ നെയിം? എന്താ മോളുടെ പേര്? കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങള് കേറുന്ന സമയത്ത് മോളുടെ പേര് അവിടെ അടിച്ചു കയറിയാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഏത്? ഋതുദേവാ? ഓക്കെ, ഋതുദേവാണ് അല്ലെ? അപ്പൊ മോന്റെ പേര് അടിച്ചിട്ട് കയറണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് എടുക്കുമ്പം പേര് കിട്ടാതെ വരും കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് കേരളത്തിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മുടെ നാടാണ് ഏത്? കേരളം അല്ലെ? കേരളം ഏതാണ് നമ്മുടെ നാട്? കേരളം അല്ലെ? അപ്പോ എന്തിന്റെ നാടാണ് കേരളം എന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കേരളം എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. എന്താണ്? എന്തോ അർജുൻ രാജേഷ് അവിടെ പറയാൻ കളിക്കുന്നുണ്ട്. പറഞ്ഞു പറ. എന്താണ്?
ക്ലിയർ ആയിട്ടില്ല മിസ്സിന്? ആർക്കറിയാം? എന്താണ് നൈജൽ? മ്യൂട്ട് നൈജൽ. ക്ലിയർ ആയിട്ടില്ല മിസ്സിന്, ക്ലിയർ ആയിട്ടില്ല. അപ്പൊ കേരളം എന്ന് പേര് വരാൻ എന്താ കാരണം അറിയോ? കേരങ്ങള് തിങ്ങി നിറഞ്ഞത് കൊണ്ടാണ് കേരളം എന്ന് പറഞ്ഞത്. കേരങ്ങള് തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചത് അല്ലെ? കേരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കേരം എന്താണ്? സമജ്ഞ എന്താ സമജ്ഞ? തെങ്ങ്. ഓക്കെ, തെങ്ങ്. ആരാ പറഞ്ഞ? തെങ്ങ്. തെങ്ങുകള് തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണ്, അതായത് കേരങ്ങള് തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണ് കേരളത്തിന് എന്ത് പേര് വന്നേ? കേരളം അല്ലെ? കേരളം. അപ്പോ ഇവിടെ ഒരു 4 വരിയുണ്ട്. മിസ് ഒന്ന് പാടാൻ നോക്കാതെ കേട്ടോ. എന്താണ്? ശ്രദ്ധിക്കണേ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. അത്രേ ഉള്ളു വരികൾ അതില് അല്ലേ? ശ്രദ്ധിക്കണേ ഒന്നുകൂടി. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. ഒരു നാരായണക്കിളി കൂടുപോലുള്ളൊരു 4 കാലോലപ്പൂരയുണ്ട്. അതതിലില്ല, കുറച്ച് മിസ് അതിൽ കൂട്ടിയതാണ് അല്ലെ? അപ്പൊ ഇത്രേ ഉള്ളൂ 3 വരി. എന്ത്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. ആ 3 വരിയാണ് ഇപ്പൊ അതിലില്ലല്ലേ ഇപ്പറം. പിന്നെന്താ ഉള്ളത്? മധുരം മധുരം മലയാളം. വീണ്ടും മലയാളത്തിനെ പറ്റി പറയണം. എന്ത്? മധുരം മധുരം. മിസ് പറഞ്ഞതുപോലെ മധുരമുള്ളതാണ് അല്ലേ? നല്ല സ്വീറ്റ് ആണ് എന്ന് പറയുന്നത്. മധുരം മധുരം മലയാളം. അപ്പൊ ആ 3 ലൈൻ മനസ്സിലായോ? ഷഹാനും പുതിയ കുട്ടിയാണല്ലേ ഷഹാനെ? അല്ലേ? നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ പരസ്പരം എല്ലാവരും? ഓക്കെ, ഷഹാനെ മിസ് കണ്ടു കേട്ടോ. ഷഹാൻ എവിടുന്നാ വരുന്നേ? ഓക്കെ, വയക്കര. അപ്പൊ കൊറേ കുട്ടികളുണ്ട് നമുക്ക് അല്ലേ? ന്യൂ കമർ കൊറേ ആളുണ്ട് അല്ലേ? അപ്പോ എന്താണ് നമ്മൾ പാടിയ? കേരളത്തിനെ പറ്റി പാടിയാണ്. എന്ത്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. പാടിയേ. നാളികേരത്തിന്റെ നാളികേരം എന്ന് പറഞ്ഞ എന്താ? തെങ്ങ് അല്ലെ? നാളികേരം തേങ്ങ. തെങ്ങിലുണ്ടാവുന്ന എന്ത്? ഫലം തേങ്ങ. നാളികേരം എന്ന് പറഞ്ഞ തേങ്ങ അല്ലെ? ഏതിലുണ്ടാവുക? തെങ്ങില്. തേങ്ങ അറിയോ എല്ലാവർക്കും? തേങ്ങ കണ്ടിട്ടുണ്ടോ? കോക്കനട്ട് അറിയോ? വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടല്ലേ? അടുക്കളയിൽ അമ്മയുടെ കൂടെ കാണുന്നുണ്ടാവും അല്ലെ? അമ്മയായിരിക്കും അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ തേങ്ങ? തേങ്ങ നിങ്ങൾ കഴിക്കാറുണ്ടോ? അപ്പൊ നാളികേരം എന്ന് പറഞ്ഞാൽ എന്താണ്? തേങ്ങ. നാളികേരത്തിന്റെ നാട്ടിൽ, അതായത് ഏത്? കേരളം. കേരളത്തിന്റെ നാട് കേരളം. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. അതാണ് വരി. ഒന്നുകൂടി പാടി നോക്കി എല്ലാവരും മിസ്സിന്റെ കൂടെ പാടണം. ഒറ്റത്തിൽ പാടണം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട്. പാടുന്നുണ്ടോ? ഇവിടെ ഒച്ചയില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവിടെ വായൊന്നും അനങ്ങുന്നില്ലല്ലോ. നല്ല ആടി പാടിയേ, നല്ല രീതിയിലൊന്ന് പാടിയേ നോക്കട്ടെ.
നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പഠിയാ സമജ്ഞയെല്ലാം ആടി പാടുന്നുണ്ടല്ലേ സമജ്ഞ? പിന്നെ ആരാ പാടാത്തേ? എല്ലാരും പാടുന്നുണ്ടോ? ദൃശ്യക്കുട്ടി ഉണ്ടല്ലേ, ഒരു ദൃശ്യ പുതിയത്. ദൃശ്യ, ഷഹാൻ, നെക്സ്റ്റ് ആരാ? ഗാത്രി, പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ആരാന്ന്? കുറെ പേരുണ്ട്. പാടിയോ? ഒന്നുകൂടി. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പാട്, പാടിയേശാൻ. നാളികേരത്തിന്റെ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒന്നുകൂടി പാട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പാടറാ ശ്രീഷ്ണ, പാടുന്നുണ്ടോ? കാണുന്നില്ലല്ലോ വായൊന്ന് അനങ്ങുന്നത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഹസൻ ഉണ്ടല്ലേ, ഹസൻ ഉണ്ട്. ഹസൻ എ പുതിയ കുട്ടി നമ്മുടെ അല്ലേ? ഒരുപാട് മക്കളുണ്ടേ നമുക്ക് പുതിയ വന്നിട്ടല്ലേ. നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ബാക്കിയുള്ള കുട്ടികള്. ഹസൻ, ദൃശ്യ, ഷഹാൻ, പിന്നെ രണ്ട് നമ്മള് പേര് എഴുതാത്ത രണ്ട് കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ പേര് എഴുതിയിട്ട് അടുത്ത ദിവസം കയറുന്ന മക്കളെ. അപ്പൊ ടീച്ചേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാവും. ഓക്കെ, അപ്പോ പാട്ട് എങ്ങനെയുണ്ട്? പാടുന്നുണ്ടോ നിങ്ങള്? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം എന്താണ്? പാഠം 1 കേരളം. എന്താണ് പറഞ്ഞോ മോനെ? എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയണ്ടേ? പറഞ്ഞോ കേട്ടോ. കേരളം. പാട്ട് പാടിയേ മോനെ. നമ്മളിപ്പോ പഠിച്ച 3 ലൈൻസ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആർക്കാവും ഇപ്പം പാടാൻ വൃത്തിക്ക്? ആര് പഠിച്ചു ഇപ്പൊ പാടാൻ? ദൃശ്യ. ദൃശ്യ പാടിക്കോ. ദൃശ്യ. ഓക്കെ, വെരി ഗുഡ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കുറച്ചുകൂടി ഉണ്ടല്ലേ പാട്ടുകാരി വരികള്? എന്ത്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാരായണ കിളിക്കൂടു പോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്. അത് നമുക്കില്ല. ആ 3 ലൈൻ അല്ലേ? ഈ 3 ലൈനേ ഉള്ളൂ. ആ 3 ലൈൻ ഇനി ആരാ പാടുന്നേ? അടുത്ത ആരാ പാടുന്നേ? സമജ്ന. പഠിക്കോ, പഠിക്കോ. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ ഉള്ളത്? മധുരം. മധുരം മലയാളം അല്ലേ? ഇനി വായിച്ചു പഠിക്കണത്. പിന്നെ നെക്സ്റ്റ് ആരാ പാടുന്നേ? നെക്സ്റ്റ്
അയോൺ സബിന. ഓക്കെ, അയോൺ സബിന അൺമ്യൂട്ട് ചെയ്തോ. പറ്റുന്നില്ലേ അൺമ്യൂട്ട് ചെയ്യാൻ? നെക്സ്റ്റ് ആരാ പാടുന്നേ? അയോണിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ആ പാടിക്കോ അയോൺ. ഞാൻ സ്റ്റക്കാണ്. പാടിക്കോ. നാഴികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങളിൽ എനിക്കൊരു മണ്ണും. അമ്മേ അത് വിട്ടത് അങ്ങനെയല്ല. ആയാ അല്ലേ? കഴിഞ്ഞു. നെക്സ്റ്റ് കുഴപ്പമില്ല, അടുത്ത ദിവസം നല്ല വൃത്തി പാടാം കേട്ടോ യോൺ. ഇനി ക്രിസ്റ്റ്യോ ജോൺ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, മധുരം മധുരം മലയാളം. നെക്സ്റ്റ് ഭവിക. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴികളുടെ മണ്ണുണ്ട്. ഓക്കെ, മധുരം മധുരം മലയാളം. മലയാളം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ആർക്കാ പാടാൻ താല്പര്യം? ദേവപ്രിയ. ആ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളിടങ്ങില് മണ്ണുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആൽബർട്ട്. നമ്മുടെ ആൽബർട്ട് പുതിയ കുട്ടിയാണല്ലേ, നമ്മളെ ഏബൽ മാത്യുവിന്റെ അനിയൻ അനുജനാണ്. ഓക്കെ, ആൽബർട്ട്. ആൽബർട്ട് പാടിക്കോ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാടിടങ്ങളിൽ മണ്ണുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പാടാൻ താല്പര്യം? സയാനെ. എന്തുണ്ട് സയാനെ? സയാൻ പാടുന്നോ? ആയിട്ടില്ല, പഠിക്കുന്നത്രേ. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്. ആ പേര് വീണ്ടും മിസ് മറന്നു. ആ മോൻ അൺമ്യൂട്ട് ചെയ്തോ. വിവോ വിവോ. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ആരാ? പ്രിയങ്ക ചൗഹാൻ ഉണ്ട് ഇവിടെ അല്ലേ? പ്രിയങ്ക കുട്ടി എന്താണ്? നമ്മുടെ പുതിയ ആളാണ് പ്രിയങ്ക. പ്രിയങ്ക അൺമ്യൂട്ട് ചെയ്ത് പാട്ട് പഠിച്ചോ? കേട്ടോ പ്രിയങ്ക? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? അന്ന ഗ്രേസ്. ഓക്കെ, അന്ന ഗ്രേസ് പാട് വേഗം. ആ നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, മധുരം മധുരം മലയാളം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈപ്പൊക്കാത്തേ. ഓക്കെ, ഗാത്രി കുട്ടി പാടുന്നുണ്ട്. പഠിക്കോ.
കൊച്ചറിയില്ലോ കുറച്ചേ അറിയില്ലോ. ആ അറിയുന്ന പാടിക്കോ. കരണ്ട് പോകുമ്പോ നെറ്റ് കിട്ടിയില്ല അതെ അല്ലേ. ആ മോള് പാടിക്കോ. മലയാളിയെ കേട്ടിട്ടുള്ളൂ. അതെ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് കേട്ടിട്ടില്ലേ? അതെനിക്കറിയില്ല. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അല്ലേ? നമ്മുടെ നാടിനെ പറ്റി കേട്ടു നിങ്ങള്? എന്ത് നല്ല നാടാണല്ലേ. നല്ല സുന്ദരമായ തെങ്ങുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാട് ആണ് നമ്മുടെ കേരളം. അല്ലേ? കുറച്ചേ അറിയുള്ളൂ. അടുത്ത ദിവസത്തേക്ക് എല്ലാം പഠിച്ചാ മതി കേട്ടോ. അപ്പൊ ഇനി ആർക്കാ പാടാൻ ആഗ്രഹമുള്ളത്? അപ്പൊ എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു? കേരളത്തിനെ പറ്റി പഠിച്ചു. മധുമൊഴി മലയാളം എന്നാണ് പേര് പഠിച്ചു. കേരളത്തിനെ പറ്റി പഠിച്ചു. എങ്ങനെയാ കേരളം? തെങ്ങുകൾ തിങ്ങി നിറഞ്ഞ നാടാണ്. നല്ല നല്ല സുന്ദരമായ നാടാണല്ലേ. ഒക്കെ കേരളത്തില് തെങ്ങുകളൊക്കെ സുലഭമായി ഉള്ളത് കൊണ്ട് എന്താണ് സുന്ദരമായി ുള്ള ഒരു നാടാണ് കേരളം. അല്ലേ? അപ്പോ ആ നാളികേരത്തിന്റെ നാട്ടിൽ, നാളികേരം എന്ന് പറഞ്ഞ തേങ്ങ എന്നാണ് അർത്ഥം. അപ്പൊ തെങ്ങുകൾ നിറഞ്ഞുകൊണ്ട് തേങ്ങയും ഉണ്ടാവും ഇഷ്ടം പോലെ. അല്ലെ? തെങ്ങ് ഒക്കെ ഉള്ള നാട്ടിൽ എന്താണ് എനക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നാണ് അതിൽ പാടിയത്. അല്ലെ? നെക്സ്റ്റ് ആരാ പാടാനുള്ളത്? ആരൊക്കെയോ കൈബുക്കുന്നുണ്ടായിരുന്നു നേരത്തെ. അവേദ്യ PS. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മധുരം മലയാളം. മധുരം മലയാളം. നെക്സ്റ്റ് അലോൺ ജോസഫ്. അലോൺ കൈബുക്കുന്നുണ്ടായിരുന്നല്ലോ. പാടുന്നുണ്ടോ അലോൺ? വേ നോക്ക്. നമ്മുടെ സമയം ഇപ്പം നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മലയാളം. മലയാളം. ഓക്കെ. നെക്സ്റ്റ് മുഹമ്മദ് സാദ്. നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മലയാളം. നെക്സ്റ്റ് ലക്ഷ്മി അഭിലാഷ്. പാടുന്നുണ്ടോ? ലക്ഷ്മി പാടുന്നില്ല. എന്നാ നെക്സ്റ്റ് ഏഞ്ചൽ. ഏഞ്ചൽ പാടിക്കോ. അൺമ്യൂട്ടാണ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു ആരാണ്? വൈഷ്ണവാണോ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ആള്? എന്നാ വൈഷ്ണവേ? അപ്പൊ നമ്മുടെ സമയം കഴിയാറായേ. മിസ് ഒന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ടേ. എല്ലാരും ഒന്ന് വിളിക്കാട്ടോ. ആൻഡ്രോസ് ജിയോ, ഏഞ്ചൽ, പാർവണ, ആദിനാഥ്, ഗാത്രി രാജീവ്,
അലോൺ ജോസഫ്, ശ്രീഷ്ണ കെ നമ്പ്യാർ, ആരോൺ ബിനോയ്, ഗൗരി നന്ദ, മസ്ലോബ തോമസ്, അന്ന ഗ്രേസ് ജോയ് മാത്യു. ഈ വിവോ എന്നുള്ള കുട്ടിയുടെ പേരെന്താ? ആദൽ സിറിൽ, ലക്ഷ്മി അഭിലാഷ്, നസീം മുഹമ്മദ്, കാശിനാഥ്, ആൽബർട്ട് സ്കറിയ ജിതേഷ്, ഷൻസ ഫാത്തിമ, ഷൻസ, ഓക്കെ, പ്രിയങ്ക ചൗഹാൻ, വൈഷ്ണവ് പിയു, പ്രിയങ്ക, വൈഷ്ണവ് പിയു, മുഹമ്മദ് സാദ്, ആരോമൽ, അഭിരാമി സജിത്ത്, ഷംന ഷിറിൻ, സയാൻ. നെക്സ്റ്റ് ഓക്കെ, ഇഷാൻ ആർ കെ, അർജുൻ രാജേഷ്, സമജ്ഞ എം, അലോൺ ജോസഫ്, ഹസൻ എ, ഭവിക സുനിൽ, ദൃശ്യ, ക്രിസ്റ്റോ ജോൺ സിജോബി, ഷഹാൻ, നൈജൽ, അംന ഫാത്തിമ, ദേവപ്രിയ. നെക്സ്റ്റ് അവേദ്യ പി എസ്. ഓക്കെ, നമ്മുടെ ഈ ഗാലക്സിയുടെ നമ്പറും പേര് മറന്നുവല്ലോ മിസ്. ഗോഡ്വിൻ ഷിജു. എല്ലാരും വിളിച്ചോ മിസ്? ഇനി വിളിക്കാത്ത ആരും ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ആ പാട്ട് പാടുന്നുണ്ട്? ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. എല്ലാരെയും വിളിച്ചില്ലേ മിസ്? അറ്റൻഡൻസ് വിളിച്ചില്ലേ എല്ലാവരെയും? ഗൗരിനന്ദ, ഗൗരിനന്ദ. നെക്സ്റ്റ് ആദൽ സിറിൽ. ഓക്കെ, ഏഞ്ചലിനെ വിളിച്ചു മിസ്. എന്താണ് ഈ അവേദിയുടെ അടുത്ത് ആരാ ഒരാള് നിൽക്കുന്നേ? അർജുൻ രാജേഷ് വിളിച്ചു അല്ലെ അർജുനെ? ഓക്കെ, ഒരാളവിടെ ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങിയേ. ആരാണെന്ന് പറയാമോ? ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാരെയും പാടിപ്പിക്കാം കേട്ടോ. ബൈ, see you, bye. Okay, bye UKG. Okay, UKG.